സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും പരിശോധനയ്ക്ക് കാര്യമായ സംവിധാനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. MVD വാഹനങ്ങളിൽ ഡീസൽ അടിക്കാൻ ഫണ്ടില്ലാത്തതിനാൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വാഹനങ്ങളുടെ കുറവും ഉദ്യോഗസ്ഥരുടെ ക്ഷാമവും ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുമുണ്ട്. വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾ കുറയ്ക്കുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കലുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രധാന ചുമതല. എന്നാൽ അപകടങ്ങളും മരണവും തുടർക്കഥയാകുമ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കാനേ MVDക്ക് കഴിയൂ. പ്രതിസന്ധികളുടെ നടുവിൽ നട്ടം തിരിയുന്ന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ നിലച്ച മട്ടാണ്. സേഫ് കേരള പദ്ധതിയിലുള്ളത് 1/3 ഉദ്യോഗസ്ഥർ മാത്രം. എൻഫോഴ്സ്മെന്റ് നടപടികൾക്ക് വകുപ്പിൽ മതിയായ വാഹനങ്ങളില്ല. ഉള്ളതിനാവട്ടെ ഡ്രൈവർമാരുമില്ല. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വാഹനമോടിക്കേണ്ട അവസ്ഥ. ചെല്ലാൻ പ്രിന്റിംഗിനും ഡെസ്പാച്ചിങ്ങിനും ആളില്ല. AI തയ്യാറാക്കുന്ന 100 കണക്കിന് ചെല്ലാലുകൾ അപ്രൂവ് ചെയ്യേണ്ട ചുമതല MVIമാർക്കാണ്. ഡീസൽ നിറയ്ക്കാൻ പോലും ഫണ്ടില്ലാതെ നെട്ടോട്ടമോടുകയാണ് വകുപ്പ്. കൃത്യമായ വാഹന പരിശോധനകളില്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന ആക്ഷേപമുണ്ട്. നിരത്തിൽ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ ഓഫീസിൽ തളയ്ക്കപ്പെട്ടാൽ എന്തു ചെയ്യുമെന്നാണ് MVDയുടെ ചോദ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.